A variable quantity whose value at any point in a region of space depend upon the position point is called a point function. And there are two types of point functions, scalar point function and vector point function. First, let us see what is scalar point function. Let R be a region of space at each point of which a scalar phi is given, then phi is called a scalar function and R is called a scalar field. അതായത് ആർ എന്ന് പറയുന്ന ഒരു റീജിയൻ നമ്മൾ സ്പേസിൽ കൺസിഡർ ചെയ്യാണ്. അതുപോലെ തന്നെ അറ്റ് ഈച്ച് പോയിന്റ് വിച്ച് എ സ്കെയിലാർ, ആ ഓരോ പോയിന്റിലും അത് സ്കെയിലാർ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ടെങ്കിൽ ദെൻ വി ക്യാൻ സേ ദാറ്റ് ഫൈ ഈസ് എ സ്കെയിലാർ ഫംഗ്ഷൻ ആൻഡ് ആർ ഈസ് കോൾഡ് എ scalar field. That is, temperature distribution is medium and distribution of atmospheric pressure in space are examples for a scalar point function. Then next one is the, if let R be a region of space at each point of which a vector v is given, then v is called a vector point function and the corresponding region is called a vector field. Velocity of moving fluid at any instant, the gravitational force are example for the vector point function. Next one is an important definition, gradient of a scalar field. Let phi of x, y, z be a function defining a scalar field, then a vector I dou phi by dou x plus j dou phi by dou y plus k dou phi by dou z is called the gradient of the scalar field phi and is denoted by like this, gradient phi or del phi. This term is called as del phi. That is, gradient of phi can be defined as I dou phi by dou x plus dou phi j into dou phi by dou y plus k into dou phi by dou z. അപ്പോൾ ഒരു ഫംഗ്ഷൻ നമുക്ക്, ഒരു സ്കെയിലാർ ഫംഗ്ഷൻ നമുക്ക് തന്നിട്ട് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് എന്താണെന്ന് ചോദിക്കും. ആ ഗ്രേഡിയൻ്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതാണിത്. ഈ ഡോ എന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതുപോലെ ഇതെന്ന് പറയുന്നത് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് ഫൈ വിത്ത് റെസ്പെക്ട് ടു ഇസഡ്. ഇതാണ് ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത്. ഇനി ആ ഗ്രേഡിയൻറ്റിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്, അതൊക്കെ നോക്കാം. If phi is a constant scalar point function, then del phi will be equal to 0. അപ്പോൾ സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ del phiയുടെ വാല്യൂ എന്തായാലും 0 ആയിരിക്കും. അതുപോലെ തന്നെ if you are considering two scalar point functions phi1 and phi2, then del phi1 plus phi2 will be equal to del phi1 plus del phi2 and del phi1 minus del phi2 will be equal to del phi1 minus del phi2. ഇത് സെപ്പറേറ്റ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ സമ്മിൻ്റെ del phi കണ്ടുപിടിക്കുന്നതും അത് സെപ്പറേറ്റ് ആയിട്ട് ചെയ്യുന്നതും ഈക്വലൻ്റ് ആണ്. ഇനി അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ del of c1 phi1 plus c2 phi2 will be equal to c1 del phi1 plus c2 del phi2 and product del phi1 of phi2 will be equal to phi1 into del phi2 plus phi2 into del phi1. ഇവിടെ നമ്മളിപ്പോൾ യു വി റൂൾ അപ്ലൈ ചെയ്യണ പോലെയാണ് ഇതിൻ്റെ പറഞ്ഞത്. ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു സെക്കൻഡിൻ്റെ ഗ്രേഡിയൻറ്റ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ്റെ ഗ്രേഡിയൻറ്റ് ഓഫ് ദി ഫസ്റ്റ് ഫംഗ്ഷൻ. ആ ഒരു റൂളിലാണ്, യു വി റൂള് ഡെറിവേറ്റീവ്സിൻ്റെ കേസിൽ എടുക്കുന്ന പോലെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ആക്യുറേറ്റ് ആണോ നമുക്കൊന്ന് പ്രൂഫ് വെച്ചിട്ടൊന്ന് നോക്കാം. അപ്പോൾ del phi1 of phi2 എന്ന് പറയുമ്പോൾ ഡെഫിനിഷൻ പ്രകാരം എങ്ങനെയാണ്, I dou by dou x plus j into dou by dou y plus k into dou by dou z of phi1 phi2. ഇപ്പോൾ ഇവിടെ എഴുതിയേക്കുന്ന ആ ഡെഫിനിഷനിൽ കോമൺ ആയിട്ട് ഫൈന് ഔട്ട് സൈഡ് എടുത്ത് എഴുതിയെന്നുള്ളൂ, രണ്ടും സെയിം തന്നെയാണ്. ഇനി ഈ phi1 of phi2 എന്നുള്ള ഫംഗ്ഷന് ഈ എല്ലാ ടേംസിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. phi1 of phi1 എന്നുള്ളത് phi1 of phi2 എന്നുള്ളത് എല്ലാ ടേംസിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടെ ഇപ്പോൾ എന്താ phi1 phi2ൻ്റെ ഡെറിവേറ്റീവ്, പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഡിഫറൻസിയേഷൻ്റെ യു വി റൂൾ കൊടുക്കണം. രണ്ട് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ആണ് ഇവിടെ കിടക്കുന്നത്. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് phi2 വിത്ത് റെസ്പെക്ട് ടു എക്സ് പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഇൻറ്റു, സെക്കൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് phi2 ഇൻറ്റു പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് phi1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ആ ഒരു ഫോർമാറ്റിലാണ് നമ്മൾ പോകേണ്ടത്. പ്ലസ് ജെ ഇൻറ്റു
first function into partial derivative of phi2 with respect to y plus second function into partial derivative of phi1 with respect to y. ഇതേപോലെ തന്നെ ഇസഡിൻ്റെയും ചെയ്യുക. k ഇൻറ്റു phi1 ഡോ phi2 ബൈ ഡോ ഇസഡ് പ്ലസ് phi2 ഇൻറ്റു ഡോ phi ബൈ ഡോ ഇസഡ്. ഓക്കെ, ഇനി ഈ phi1 വന്നിട്ടുള്ള ടേംസിനെ എല്ലാത്തിനെയും കൂടി നമ്മൾ കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. ഇവിടെ നമുക്ക് phi1 വന്നിട്ടുള്ള ടേംസിനെല്ലാം ഒന്ന് കമ്പൈൻ ചെയ്തിട്ട് എഴുതാം. അപ്പോൾ phi1 വന്നിട്ടുള്ളത് ടേംസ് ഏതൊക്കെയാണ്? ഇവിടെ phi1 വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്, ഇവിടെ വന്നിട്ടുണ്ട്. സോ കോമൺ ആയിട്ട് നമ്മൾ ഈ phi1നെ ഔട്ട് സൈഡ് എടുക്കുക. phi1നെ ഔട്ട് സൈഡ് എടുത്തിട്ട് ബാക്കി എല്ലാത്തിനെയും കമ്പൈൻ ചെയ്ത് എഴുതിയേക്കുന്നതാണ് ഇത്. അപ്പോൾ phi1 ഇൻറ്റു I ഇൻറ്റു ഡോ phi2 ബൈ ഡോ എക്സ് പ്ലസ് j ഇൻറ്റു ഡോ phi2 ബൈ ഡോ വൈ പ്ലസ് k ഇൻറ്റു ഡോ phi2 ബൈ ഡോ ഇസഡ്. ബാക്കി ഉള്ളതിൽ നിന്ന് phi2 എന്നുള്ള ടേം കോമൺ ആയിട്ടുണ്ട്. ആ phi2നെ ഔട്ട് സൈഡ് എടുത്തു. ഇപ്പോൾ ഇവിടെ നോക്കിക്കേ, ഇതെന്ന് പറയുന്നത് phi2ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റിൻ്റെ ഇക്വേഷൻ ആയില്ലേ നോക്കിയേ. I ഇൻറ്റു ഡോ phi2 ബൈ ഡോ എക്സ് പ്ലസ് j ഇൻറ്റു ഡോ phi2 ബൈ ഡോ വൈ പ്ലസ് k ഇൻറ്റു ഡോ phi2 ബൈ ഡോ ഇസഡ്. അതാണ് ഇവിടെ ഗ്രേഡിയൻ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഗ്രേഡിയൻ്റ് ഓർ ഡെൽ phi2. ഓക്കെ, രണ്ടും ഗ്രേഡിയൻറ്റിനെയാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതെന്തായി, phi1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് ആയി. സോ ഡെൽ phi1. സോ ഡെൽ ഓഫ് phi1 phi2 വിൽ ബി ഈക്വൽ ടു 5 ഇൻറ്റു ഡെൽ phi2 പ്ലസ് 5 ഇൻറ്റു ഡെൽ phi1. ഓക്കെ, അപ്പോൾ phi2ൻ്റെ കേസിൽ പ്രോഡക്റ്റിൻ്റെ രണ്ട് ഫംഗ്ഷൻസിൻ്റെ സ്കെയിലർ പോയിന്റ് ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് ഇതാണ്. അതുപോലെ തന്നെയാണ് രണ്ട് ഫംഗ്ഷൻസിൻ്റെ ഫ്രാക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മളിപ്പോൾ രണ്ട് ഫംഗ്ഷൻ്റെ യു ബൈ വി ഫോമിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യു ബൈ വി കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യണ പോലെ തന്നെയാണ് ഗ്രേഡിയൻറ്റിൻ്റെ കേസിലും phi2 del phi1 മൈനസ് phi1 del phi2 ബൈ phi2 സ്ക്വയർ എന്നാണ് ഡെൽ ഓഫ് phi1 ബൈ phi2ൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അത് നമുക്കൊന്ന് പ്രൂഫ് നോക്കാം. അപ്പോൾ ഡെൽ ഓഫ് phi1 ബൈ phi2ന് നമ്മൾ ഡെഫിനിഷൻ കൊടുക്കുകയാണ്. I ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് പ്ലസ് j ഇൻറ്റു ഡോ ബൈ ഡോ വൈ പ്ലസ് k ഡോ ബൈ ഡോ ഇസഡ് ഓഫ് phi1 ബൈ phi2. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. എല്ലാ ടേംസിനും phi1 phi2 എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. ദെൻ ഇതിപ്പോൾ എന്തായി, പാർഷ്യൽ ഡെറിവേറ്റീവ് ഓഫ് phi1 ബൈ phi2 വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ നമ്മളിവിടെ രണ്ട് ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ്റെ യു ബൈ വി റൂളാണ് അല്ലെങ്കിൽ കോഷ്യൻ ഫോമാണ് കിടക്കുന്നത്. സോ കോഷ്യൻ റൂൾ അപ്ലൈ ചെയ്യുക. കോഷ്യൻ റൂൾ എന്ന് പറയുന്നത് എന്തായിരുന്നു, യു ബൈ വി ഡാഷ് എന്ന് പറയുന്നത് യു ഡാഷ് വി മൈനസ് വി ഡാഷ് യു ബൈ വി സ്ക്വയർ. ആ റൂളാണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ phi2 ഇൻറ്റു ഡോ phi1 ബൈ ഡോ എക്സ് മൈനസ് phi1 ഇൻറ്റു ഡോ phi2 ബൈ ഡോ എക്സ് ബൈ phi2 സ്ക്വയർ പ്ലസ് j ഇൻറ്റു phi2 ഇൻറ്റു ഡോ phi1 ബൈ ഡോ വൈ മൈനസ് phi1 ഇൻറ്റു ഡോ phi2 ബൈ ഡോ വൈ ബൈ phi2 സ്ക്വയർ പ്ലസ് k ഇൻറ്റു phi2 ഇൻറ്റു ഡോ phi1 ബൈ ഡോ ഇസഡ് മൈനസ് phi1 ഇൻറ്റു ഡോ phi2 ബൈ ഡോ ഇസഡ് ബൈ phi2 ദി ഹോൾ സ്ക്വയർ. ഇനി എല്ലാ മൂന്ന് ടേംസിലും phi2 സ്ക്വയർ എന്നുള്ളത് കോമൺ ആണ്. സോ 1 ബൈ phi2 സ്ക്വയർ എന്നുള്ളതിന് ഔട്ട് സൈഡ് എടുത്തിട്ട്, അതുപോലെ തന്നെ ഇവിടെ ഈ ടേമിൽ phi2 കോമൺ ആണ്, ഈ ടേമിലും phi2 ഉണ്ട്, ഈ മൂന്ന് ടേംസിലും phi2 ഉണ്ട്. അപ്പോൾ ആ മൂന്ന് ടേംസിൽ നിന്നും കോമൺ ആയിട്ട് phi2നെ എടുക്കുകയാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ടേം ഓരോ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സെക്കൻഡ് ടേംസിലും phi1 എന്നുള്ളത് കോമൺ ആണ്. സോ അതിൽ നിന്ന് phi1നെ ഔട്ട് സൈഡ് എടുക്കുകയാണ്, മൈനസ് phi1നെയാണ് ഔട്ട് സൈഡ് എടുക്കുന്നത്. അപ്പോൾ ഇതെന്തായി മാറി നോക്കി, phi2 ഡെൽ phi1ൻ്റെ ഇക്വേഷനായി, ഇത് ഡെൽ phi2ൻ്റെ ഇക്വേഷനായി. സോ ദിസ് വിൽ കംപ്ലീറ്റ് ദി പ്രൂഫ്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ നോക്കിയത് രണ്ട് ഫങ്ഷൻസ് phi1 phi2 എടുത്ത് അതിൻ്റെ പ്രോഡക്റ്റ് ഫോമും കോഷ്യൻ ഫോമും തന്നിട്ടുള്ള പ്രോപ്പർട്ടീസ് ആണ് നോക്കിയത്. ഇനി നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഒരു സ്കെയിലാർ ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ, സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും. ഫസ്റ്റ് പ്രോബ്ലം, ഫൈൻഡ് ഗ്രേഡിയൻറ്റ് phi when phi is given by phi equal to 3x square y minus y cube z square at the point 1 minus 2 minus 1. അപ്പോൾ നമുക്കിവിടെ ഒരു phi എന്നുള്ളൊരു സ്കെയിലാർ പോയിന്റ് ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് phi നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. അറ്റ് ദി പോയിന്റ് 1 മൈനസ് 2 മൈനസ് 1ലാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഗ്രേഡിയൻറ്റ് phi ഓർ ഡെൽ phi കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നതാണ് I ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് phi. phi എന്ന് പറയുന്നത് നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. 3x സ്ക്വയർ y മൈനസ് y ക്യൂബ് ഇസഡ് സ്ക്വയർ.
ഇനി ഈ ടേം എല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യേണ്ടത്, പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് 5 വിത്ത് റെസ്പെക്ട് ടു എക്സ്. പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ ടോട്ടൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് കഴിയുമ്പോൾ അവിടെ അത് കംപ്ലീറ്റ് ആവുകയാണ്. പക്ഷേ പാർഷ്യൽ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡീഷണൽ ആയിട്ട് പിന്നെയും ടേംസ് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അവിടെ എക്സിൻ്റെ ഡിഫറൻസിയേഷൻ മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് പാർഷ്യൽ ഡിഫറൻസിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 3x² മൈനസ് y ക്യൂബ് ഇസഡ് സ്ക്വയറിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് എക്സ് എന്ന് പറയുമ്പോൾ എക്സിൻ്റെ ടേം വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സിനെ മാത്രം ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ 3x²y, അവിടെ x² എന്നുള്ളൊരു ടേം ഉണ്ട്. ആ x² ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്താണെന്ന് നോക്കുക. എന്താ 2x. അങ്ങനെയാണ് 3 × 2x, ഇവിടെ 6x വന്നത്. y എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ആണ്. അതിനെ അതുപോലെ തന്നെ റീപ്ലേസ് ചെയ്യുക. ഈ ഫസ്റ്റത്തെ ടേമിൽ x² മാത്രം ഡിഫറൻസിയേഷൻ ചെയ്യണം. ഇനി ഇതിൻ്റെ സെക്കൻഡ് ടേം എടുക്കുമ്പോൾ y ക്യൂബ് ഇസഡ് സ്ക്വയർ, ഇവിടെ എക്സിൻ്റെ ടേം ഇല്ല, സോ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നത് 0 ആണ്. അപ്പോൾ ഇവിടെ ഫസ്റ്റത്തിൽ 6xy മാത്രമേ വരുന്നുള്ളൂ. അതുപോലെ തന്നെ പ്ലസ് j ഇൻറ്റു ഇതിന് വിത്ത് റെസ്പെക്ട് ടു y ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ 3x² എന്ന് പറയുന്നത് എന്തായി, കോൺസ്റ്റൻ്റ് അല്ല കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക 3x² എന്നുള്ളത്. വൈയുടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്ത് വരും, 1 ആണ്. സോ 3x². അതുപോലെ തന്നെ മൈനസ് y ക്യൂബിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 3y². ഇസഡ് സ്ക്വയറിനെ കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക, ഇസഡ് സ്ക്വയറിനെ കോഎഫിഷ്യൻ്റ് ആയിട്ട് തന്നെ നിർത്തുക. അപ്പോൾ മൈനസ് 3y² ഇസഡ് സ്ക്വയർ എന്ന് വരും. അതുപോലെ തന്നെ പ്ലസ് k ∂/∂z ഓഫ് ദിസ് ടേം. ഇവിടെ ഫസ്റ്റത്തെ ടേമിൽ എന്താ, y ഇസഡിൻ്റെ ടേം ഇല്ല, അപ്പോൾ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്തായി, 0 ആയി. അതുപോലെ തന്നെ മൈനസ് y ക്യൂബ് എന്നുള്ളത് കോഎഫിഷ്യൻ്റ് ആയിട്ട് എടുക്കുക. ഇസഡ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ത് വരും, 2z. അതാണ് ഇവിടെ മൈനസ് 2y³ എന്ന് വന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ തന്നിരിക്കുന്ന ഫംഗ്ഷൻ 5ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് തന്നിരിക്കുന്ന പോയിന്റിലാണ്. ആ പോയിന്റ് എന്ന് പറയുന്നത് 1, -2, -1 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, എക്സിന് 1 കൊടുക്കുക, വൈക്ക് -2 കൊടുക്കുക, ഇസഡിന് -1 കൊടുക്കുക. അതൊന്ന് കൊടുത്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗ്രേഡിയൻറ്റ് 5 കിട്ടും. സോ വാല്യൂ എന്ന് പറയുന്നത് -12y -9j -16k. ഇവിടെ എക്സിനും വൈക്കും ഇസഡിനും 1, -2, -1 എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ മതി. Next problem, if r equal to xi plus yj plus zk, then show that gradient of r equal to vector r by r and gradient of 1 by r equal to minus r by vector r by r cube, and we need to prove all these 4 conditions. Okay, first we are going to prove that gradient of r equal to r by vector r by r. For that, given that r vector r will be equal to xi plus yj plus zk, we are calculating the modulus. Modulus of r will be equal to root of x² plus y² plus z². Let the modulus of r vector r denoted as r. Then r will be equal to root of x² plus y² plus z². If we are squaring on both sides, we will get r² equal to x² plus y² plus z². Then if we are differentiating partially with respect to x on both sides, we get r² is differentiating partially with respect to x. So we are assuming that this term is this term to be as x. So x ന്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് അപ്പോൾ r² വരും. എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് x² ഡെറിവേറ്റീവ് ആണെങ്കിൽ 2x എന്ന് വരും. അപ്പോൾ നമ്മൾ x ആയിട്ട് സങ്കല്പിച്ചിട്ട് അതിന് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x ആണ് ചെയ്യുന്നത്. അപ്പോൾ r² ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2r. ഇനി x അല്ലാതിരുന്നതുകൊണ്ട് എന്ത് കൊടുക്കുക, അതിന് ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു x നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ x അല്ലാന്നുണ്ടെങ്കിൽ അതിന് ഡിഫറൻസിയേഷൻ ചെയ്തിട്ട് ആ ടേമിന് വിത്ത് റെസ്പെക്ട് ടു x ഡിഫറൻസിയേഷൻ ചെയ്യില്ലേ, അത് തന്നെയാണ് ഇവിടെ കൊടുക്കുന്നത്. അപ്പോൾ
2r ഡോ ആർ ബൈ ഡോ എക്സ്. ഇനി ഇവിടെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് എക്സ് സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു എക്സ്, അപ്പോൾ എന്ത് വരും 2x എന്ന് വരും. ഇനി ഇവിടെ ഇപ്പോൾ ഇതാ എക്സിൻ്റെ ടേം ഇല്ലല്ലോ, ദെൻ വൈ എന്തുകൊണ്ടാണ് അതിനെ ഇങ്ങനെ കൊടുത്തത്, ഇത് 0 ആയിട്ട് എടുക്കാതിരുന്നതെന്നൊരു ചോദ്യം വരും. അത് വേറെ ഒന്നുമല്ല, ആർ എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് വൈ, എക്സ്, വൈ ആൻഡ് ഇസഡ് ആണ്. സോ അതിൽ എക്സും കൂടി ഇൻക്ലൂഡഡ് ആണ്, അതിന് എക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ വൈയും ഇസഡും ഒന്നും എക്സ് എന്നുള്ള ടേമിന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അത് വേറെ വേറെ വേരിയബിൾസ് ആയിട്ടാണ് എടുക്കുന്നത്. ആർ എന്ന് പറയുന്നത് എക്സിൻ്റെയും വൈയുടെയും ഇസഡിൻ്റെയും ഡിപ്പെൻഡൻറ്റ് വേരിയബിൾ ആയതുകൊണ്ടാണ് നമ്മൾ പാർഷ്യൽ ഡിഫറൻസിയേഷൻ അതിനെ എക്സ് ആയിട്ട് സങ്കല്പിച്ച് ദെൻ ഇൻറ്റു ഡോ ആർ ബൈ ഡോ എക്സ് എന്നുള്ള ടേം കൊടുക്കുന്നത്. പക്ഷേ ഇപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x വരും, പക്ഷേ വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതിന് നമ്മൾ എക്സ്ട്രാ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് എന്ന് കൊടുക്കില്ല, കാരണം എക്സും വൈയും ഇൻഡിപെൻഡൻറ്റ് വേരിയബിൾസ് ആണ്. അപ്പോൾ ഓക്കെ, എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 2x. ഈ രണ്ട് സൈഡിലും വന്നിരിക്കുന്ന 2നെ ക്യാൻസൽ ചെയ്തിട്ട് നമ്മൾ ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബൈ ആർ വരും. ഇവിടുത്തെ ഇൻറ്റു ആർ റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുപോകുമ്പോൾ ബൈ ഡിവിഷനായി മാറും. സിമിലർലി വി ആർ ഡിഫറൻഷിയേറ്റിംഗ് ആർ സ്ക്വയർ വിത്ത് റെസ്പെക്ട് ടു വൈ, അതായത് ഈ ടേമിന് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻസിയേഷൻ ചെയ്യുക. അപ്പോൾ എന്ത് വരും 2r ഡോ ആർ ബൈ ഡോ വൈ, ആർ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് 2r, ദെൻ അതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക. ആർ എന്ന് പറയുന്നത് എക്സിനെയും വൈനെയും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന വേരിയബിൾ ആണ്. ഓക്കെ, ദെൻ എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ അത് 0 ആണ്. വൈ സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുമ്പോൾ 2y. സിമിലർലി ഇഫ് യു ആർ കാൽക്കുലേറ്റിംഗ് ഡോ ആർ ബൈ ഡോ വൈ വി ഗെറ്റ് y by r. Again partial differentiating with respect to z we get dou r by dou z equal to z by r എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും ടേംസിൻ്റെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ പ്രോബ്ലംസ് പ്രൂഫിലോട്ട് നമുക്കത് ആവശ്യം വരുന്നതാണ്, അതിന് വേണ്ടിയിട്ടാണ് അത് ആദ്യം പ്രൂവ് ചെയ്ത് വെച്ചത്. ഇനി ഫസ്റ്റ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഗ്രേഡിയൻ്റ് ഓഫ് ആർ ഈക്വൽ ടു സം ആർ ബൈ വെക്റ്റർ ആർ ബൈ ആർ എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. നമ്മൾ ഗ്രേഡിയൻ്റ് ഓഫ് ആർ കാൽക്കുലേറ്റ് ചെയ്യണം. ഗ്രേഡിയൻ്റ് ഓഫ് ആർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്താ, ഐ ഡോ ആർ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് ആർ. ഇനി ആറിനുള്ളിലോട്ട് എടുക്കുകയാണെങ്കിൽ ഇതാണ് ഗ്രേഡിയൻ്റ് ആറിൻ്റെ ഇക്വേഷൻ. ഇനിയിപ്പോൾ നമ്മൾ ഡോ ആർ ബൈ ഡോ എക്സ് എന്താണെന്നുള്ളത് നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, എന്താ എക്സ് ബൈ ആർ. അതുപോലെ തന്നെ ഡോ ആർ ബൈ ഡോ വൈ എന്ന് പറയുന്നത് വൈ ബൈ ആർ, ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ. ഈ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ. അപ്പോൾ ഐ എക്സ് ബൈ ആർ പ്ലസ് ജെ വൈ ബൈ ആർ പ്ലസ് കെ ഇസഡ് ബൈ ആർ എന്ന് കിട്ടും. ഈ എല്ലാ ടേമിലും കോമൺ ആയിട്ട് ഒരു ആർ ഉള്ളതുകൊണ്ട് അതിന് നമ്മൾ ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ 1 ബൈ ആർ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ, ഇതിനെയാണ് എന്തായിട്ട് നമ്മൾ എടുത്തേക്കുന്നത്, വെക്റ്റർ ആർ ആയിട്ട് എടുത്തേക്കുന്നത്. വെക്റ്റർ ആർ ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് ഇസഡ് കെ. ദസ് വി ഗെറ്റ് ഗ്രേഡിയൻ്റ് ഓഫ് ആർ ഈക്വൽ ടു വെക്റ്റർ ആർ ബൈ ആർ. ഓക്കെ, then next we need to prove that gradient of 1 by r. Next prove gradient of 1 by r equal to minus of vector r by r cube. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള കണ്ടീഷൻ. അപ്പോൾ ഗ്രേഡിയൻ്റ് ഓഫ് 1 by r എന്താണെന്നുള്ളത് നോക്കാം. ഗ്രേഡിയൻ്റ് ഓഫ് 1 by r എന്ന് പറയുമ്പോൾ ഇക്വേഷനിൽ കൊടുക്കുകയാണെങ്കിൽ ഐ ഡോ ബൈ ഡോ എക്സ് പ്ലസ് ജെ ഡോ ബൈ ഡോ വൈ പ്ലസ് കെ ഡോ ബൈ ഡോ ഇസഡ് ഓഫ് 1 by r എന്ന് വരും. ഈ 1 by r-നെ ഉള്ളിലോട്ട് എടുക്കുകയാണ്. ദെൻ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു r ചെയ്യുക. അപ്പോൾ r-നെ എന്തായിട്ട് എടുക്കുക, എക്സ് ആയിട്ട് എടുക്കുക. അപ്പോൾ 1 by x-ൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് മൈനസ് 1 by x സ്ക്വയർ, അതാണ് ഇവിടെ മൈനസ് 1 by r സ്ക്വയർ എന്ന് എടുത്തത്. ഇനി എക്സ് അല്ലാത്തതുകൊണ്ട് എന്തായിട്ട് എടുക്കുക, അതിനെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുക, അതാണ് ഡോ ആർ ബൈ ഡോ എക്സ്. ആറിനെ അങ്ങനെ എടുക്കാൻ കാരണം ആർ എന്ന് പറയുന്നത് ആർ സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ എന്നാണ്. അപ്പോൾ അത് ആർ എന്ന് പറയുന്ന ആ ഫംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു വേരിയബിൾ എക്സിനും വൈനും ഇസഡിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. Then again we are partial differentiating 1 by r with respect to y. Thus we get minus 1 by r square into dou r by dou y. Again partial differentiation of 1 by r with respect to z will be equal to minus 1 by r square into dou r by dou z. ഇനി again നമ്മൾ ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ ഒക്കെ വാല്യൂസ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഡോ ആർ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ വൈയുടെ വാല്യൂ എന്ന് പറയുന്നത് 1 ബൈ ആർ വൈ ബൈ ആർ ആണ്. ഡോ ആർ ബൈ ഡോ ഇസഡ് എന്ന് പറയുന്നത് ഇസഡ് ബൈ ആർ ആണ്. അഗെയിൻ ഇതിലെല്ലാത്തിലും കോമൺ ആയിട്ട് ഒരു 1 ബൈ ആർ മൈനസ് 1 ബൈ ആർ സ്ക്വയർ ഉണ്ട്, അതിനിവിടെ കോമൺ ആയിട്ട് ഔട്ട് സൈഡ് എടുത്ത് എഴുതാണ്. ഓക്കെ,
ദെൻ ഇപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത എല്ലാ ടേംസിനും കോമൺ ആയിട്ട് ആർ ഉണ്ട്. ആ ആറിനെയും ഔട്ട് സൈഡ് എടുക്കുകയാണ്. അപ്പോൾ -1/r³ എന്ന് കിട്ടും. ബ്രാക്കറ്റിൽ എന്ത് മാത്രം റിമെയിൻ ചെയ്യും? xi പ്ലസ് yj പ്ലസ് zk. അതെന്ന് പറയുന്നത് എന്താ? വെക്റ്റർ ആർ. ദസ് വി ഗെറ്റ് ഗ്രേഡിയൻറ്റ് ഓഫ് 1/r ഈസ് ഈക്വൽ ടു -r വെക്റ്റർ r/r³. ഓക്കെ. ദെൻ നെക്സ്റ്റ് കണ്ടീഷൻ, del r raised to n equal to n into r raised to n minus 1 into vector r. Del means gradient. Again we are using the definition. Del r raised to n or gradient r raised to n എന്ന് പറയുമ്പോൾ definition ഫോർമുല എങ്ങനെ വരും? I into dou by dou x plus j into dou by dou y plus k into dou by dou z of r raised to n. സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. r raised to n-ൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുമ്പോൾ എന്ത് വരും? x raised to n-ൻ്റെ x raised to n minus 1. സോ n into r raised to n minus 1 dou r by dou x plus partial differentiation of r raised to n with respect to y. അപ്പോൾ n r raised to n minus 1 dou r by dou y plus partial differentiation of r raised to n with respect to z. n r raised to n minus 1 dou r by dou z. ഇപ്പോൾ ഈ എല്ലാ ടേമിലും കോമൺ ആയിട്ട് ഒരു n r raised to n minus 1 കോമൺ ഉണ്ട്. അതിന് ഔട്ട് സൈഡ് എടുക്കുകയാണ്. n r raised to n minus 1 into I x by r plus j y by r plus k z by r. വേറെ ഒന്നുമല്ല, ഇവിടെ ഡോ ആർ ബൈ ഡോ എക്സിന് എക്സ് ബൈ ആർ എന്നും ഡോ ആർ ബൈ ഡോ വൈക്ക് വൈ ബൈ ആർ എന്നും ഡോ ആർ ബൈ ഡോ ഇസഡിന് ഇസഡ് ബൈ ആർ എന്നും റീപ്ലേസ് ചെയ്തു. ദെൻ കോമൺ ആയിട്ടുള്ള ആ ആറിനെയും ഔട്ട് സൈഡ് എടുക്കുക. ദസ് വി ഗെറ്റ് n into r raised to n minus 1 by r equal to xi plus yj plus zk. ഇനി ഈ താഴെ കിടക്കുന്ന ആറിനെ നമ്മൾ ന്യൂമറേറ്ററിലോട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെന്തായി മാറും? r raised to n minus 1 അവിടെ ഓൾറെഡി ഉണ്ട്. താഴെ കിടക്കുന്ന ആറിന് മുകളിലോട്ട് ന്യൂമറേറ്ററിലോട്ട് എടുക്കുമ്പോൾ r raised to n minus 1. ഇതൊന്ന് കമ്പൈൻ ചെയ്യുമ്പോൾ n minus 1 minus 1 എന്നുള്ളത് എന്തായി മാറുക? r raised to n minus 2 എന്ന് കിട്ടും. അങ്ങനെയാണ് ഇവിടെ r raised to n minus 2, n into r raised to n minus 2, and this is vector r. Thus we get del of r raised to n equal to n r raised to n minus 2 vector r. Okay. Next we need to prove that del of vector a into vector r equal to vector a if vector a is a constant vector. വെക്ടർ എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റൻറ്റ് വെക്ടർ കൺസിഡർ ചെയ്തിട്ട് അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റിൻ്റെ ഗ്രേഡിയൻ്റ് എടുക്കുകയാണ്. വിത്ത് വെക്ടർ ആർ വി ഗെറ്റ് ദി സെയിം കോൺസ്റ്റൻറ്റ് വെക്ടർ. നമുക്ക് പ്രൂവ് ചെയ്യാനായിട്ട് ആ കോൺസ്റ്റൻറ്റ് വെക്ടർ എ എന്നുള്ള കോൺസ്റ്റൻറ്റ് വെക്ടറിനെ നമ്മൾ a1i പ്ലസ് a2j പ്ലസ് a3k എന്ന് എടുക്കുകയാണ്. ആർ എന്ന് പറയുന്നത് സെയിം xi പ്ലസ് yj പ്ലസ് zk. ദെൻ എ ഡോട്ട് ആർ കാൽക്കുലേറ്റ് ചെയ്യുക. ഡോട്ട് പ്രൊഡക്റ്റ് എടുക്കുന്നതെങ്ങനെ? കറസ്പോണ്ടിങ് കമ്പോണൻസ് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുക. അപ്പോൾ a1x പ്ലസ് a2y പ്ലസ് a3z അതാണ് എ ഡോട്ട് ആർ. ഇനി ഇതിൻ്റെ ഗ്രേഡിയൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ഡെൽ ഓഫ് എ ഡോട്ട് ആർ എന്ന് പറയുന്നത് എന്ത് വരും? ഫോർമുലയിൽ എടുക്കുക. I into dou by dou x plus j into dou by dou y plus k into dou by dou z of a1x plus a2y plus a3z. ഇതിനെല്ലാത്തിനും സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിട്ട് പാർഷ്യൽ ഡിഫറൻസിയേഷൻ ഓഫ് ദിസ് ടേം വിത്ത് റെസ്പെക്ട് ടു എക്സ്. അപ്പോൾ എന്താ? ഫസ്റ്റത്തെ ടേമിന് മാത്രമേ ഡിഫറൻസിയേഷനുള്ളൂ. a1 എന്നുള്ളത് കോൺസ്റ്റൻറ്റ് കോഎഫിഷ്യൻ്റ് ആയിട്ട് നിർത്തുക. എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് എന്ത് വരും? 1 വരും. സോ a1 ആയി. ബാക്കിയുള്ള a2y ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 0 ആണ്. അതുപോലെ തന്നെ a3zൻ്റെ പാർഷ്യൽ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു എക്സ് എന്ന് പറയുന്നത് 0. അപ്പോൾ ഈ ഫസ്റ്റത്തെ ടേമിന് മാത്രമേ ഡിഫറൻസിയേഷൻ ഉള്ളൂ. അത് a1 ആണ്. എഗെയിൻ സെക്കൻഡ് ടേമിൽ a1xൻ്റെ ഡെറിവേറ്റീവ് 0 വരും. a2yയുടെ ഡെറിവേറ്റീവ് എന്ത് വരും? a2 എന്ന് വരും. yയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y എന്ന് പറയുന്നത് 1 ആയതുകൊണ്ട് a2j എന്ന് കിട്ടും. സിമിലർലി തേർഡ് ടേമിൽ a3zൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറയുന്നത് 1 വരും. അപ്പോൾ കോഎഫിഷ്യൻ്റ് ആയിട്ടുള്ള a3 മാത്രം റിമെയിൻ ചെയ്തിട്ട് a3k എന്ന് വരും. ബാക്കി രണ്ട് ടേമിൻ്റെ ഡിഫറൻസിയേഷൻ, എക്സിൻ്റെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു z 0 ആണ്. yയുടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് ടു z എന്ന് പറയുന്നത് 0 ആണ്. ദസ് വി ഗെറ്റ് a1i പ്ലസ് a2j പ്ലസ് a3k. ദസ് del of a dot r will be equal to vector a.